നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോമോർഫിസം. ഒരു 7 പ്രോപ്പർട്ടി ഉണ്ട് ഐസോമോർഫിസത്തിൻ്റെ, ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ഫ്രം ജി ടു ജി ബാർ ആണ്. അങ്ങനെ ആദ്യത്തെ എന്ന് പറയുന്നത് ഫൈ ക്യാരീസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി ടു ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി ബാർ. എന്ന് വെച്ചാൽ ജിക്കകത്തുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഇമേജ് ജി ബാറിനകത്തുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. രണ്ട് സെറ്റ് ജിയും ജി ബാറും. ഫൈ എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജി ബാറിലോട്ടുള്ള ഐസോമോർഫിസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ ഐഡൻറ്റിറ്റി ആണെങ്കിൽ ഇവിടെ വരുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പിന്നെ ഈ ബാറെന്ന് കൊടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഫൈയുടെ ഇമേജ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫൈ ഓഫ് ഈസ് ഈക്വൽ ടു ഈ ബാർ ആയിരിക്കും. അതായത് ഇവിടെ വരുന്ന ഇതെന്ന് പറയുന്നത് ഫൈ ഓഫ് ഇ ആണെന്ന് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യാം. അതിനായിട്ട് അപ്പോൾ രണ്ട് ഐഡൻറ്റിറ്റി എടുക്കാം. ജിക്കകത്തുള്ള ഐഡൻറ്റിറ്റി ഇയും ജി ബാറിനകത്തുള്ള ഐഡൻറ്റിറ്റി ഇ ബാർ എന്ന് എടുക്കാം. പിന്നെ അടുത്ത ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്ത് തന്നെ ഇ തന്നെ വരാം. ഇറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ എങ്ങനെ എഴുതാം, ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. കാരണം ഫൈ ഐസോമോർഫിസം ആയതുകൊണ്ട്. ഫൈ ഓഫ് ഇ എങ്ങനെ എഴുതാം, ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ ബാർ എന്ന് എഴുതാം. കാരണം ഇ ബാർ എന്ന് പറയുന്നത് ജി ബാറിനകത്തുള്ള ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാറ്റമൊന്നും വരുത്തില്ല. ഇവിടുന്ന് ലെഫ്റ്റ് ക്യാൻസലേഷനിലാണ് വെച്ചിട്ട് ഇതും കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, ഫൈ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇ ബാർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ജി ബാറിനകത്തുള്ള ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരാം, ഫൈ ഓഫ് ഇ കിട്ടും. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഐഡൻറ്റിറ്റിയിലോട് മാപ്പ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യും. അപ്പോൾ അതായി. നെക്സ്റ്റ് രണ്ടാമത് പ്രൂവ് ചെയ്യാനുള്ളത് ഫോർ എനി ഇൻറ്റിജർ എൻ ഫൈ ഓഫ് എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്യും. അത് നമുക്ക് ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ഫൈ ഓഫ് എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. അത് ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം എൻ പോസിറ്റീവായിട്ട് എടുക്കാം. എൻ പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഫൈ ഓഫ് എ സ്ക്വയറിനാകുമ്പോൾ എന്ത് വരും, ഫൈ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു എ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എന്ത് കിട്ടി, ഫൈ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്നായി. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആണ്. ഇനി അടുത്ത ഇൻഡക്ഷൻ വെച്ചിട്ട് സപ്പോസ് കെയ്ക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. കെയ്ക്ക് റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഫൈ ഓഫ് എ റേസ് ടു കെ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ എന്ന് വരും. ഇനി കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അത് പ്രൂവ് ചെയ്യാനായിട്ട് ഫൈ ഓഫ് എ റേസ് ടു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു കെ ഇൻറ്റു എ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് എ എന്ന് എഴുതാം. ഇനി കെയ്ക്ക് ട്രൂ ആയതുകൊണ്ട് ഫൈ ഓഫ് എ റേസ് ടു കെ നമുക്ക് എങ്ങനെ എഴുതാം, ഫൈ ഓഫ് എ റേസ് ടു കെ ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ എന്ന് എഴുതാം. ഇവിടെ ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് എ ആകുമ്പോൾ ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ പ്ലസ് 1 എന്നാവും. അപ്പോൾ അത് കെ പ്ലസ് 1 ട്രൂ ആയി. അപ്പോൾ ഇൻഡക്ഷൻ വെച്ചിട്ട് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനും ഇത് ട്രൂ ആയിരിക്കും. പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനും ട്രൂ ആയിരിക്കും. ദറ്റ് ഈസ് ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു എന്ന് കിട്ടും. നെക്സ്റ്റ് നെഗറ്റീവിന് കൂടി ട്രൂ ആയിരിക്കണം. കാരണം എല്ലാ ഇൻറ്റിജേഴ്സും ട്രൂ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നെഗറ്റീവിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോസിറ്റീവിന് ഇപ്പോൾ ട്രൂ ആയി. n നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മൈനസ് എടുക്കുമ്പോഴത്തേക്ക് അത് പോസിറ്റീവ് ആവും. മൈനസ് n പോസിറ്റീവ് ആവും. ഇത് വെച്ചിട്ട് നെഗറ്റീവിനും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഈ ബാർ ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ ഈ ബാർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ നമുക്ക് എങ്ങനെ എഴുതാം, എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു മൈനസ് എൻ എന്ന് എഴുതാം. എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു മൈനസ് എൻ ആകുമ്പോൾ അത് എ റേസ് ടു എന്നും അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് ചേരുമ്പോൾ ഐഡൻറ്റിറ്റി ആവും. ഇറ്റ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ഇൻറ്റു ഫൈ ഓഫ് എ റേസ് ടു മൈനസ് എൻ. ഇറ്റ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു എൻ ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ n നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് n പോസിറ്റീവ് ആയിരിക്കും. n നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് n എന്നാവും പോസിറ്റീവ് ആവും. മൈനസ് n പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതെന്ത് കിട്ടും, ഫൈ ഓഫ് എ ദ നേരത്തെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഫൈ ഓഫ് എ റേസ് ടു മൈനസ് n ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു മൈനസ് n എഴുതാം. ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു മൈനസ് n എഴുതാം. രണ്ട് സൈഡിലും ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ട് സൈഡിലും ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു n എന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ അതായി എല്ലാ ഇൻറ്റിജേഴ്സിനും റിസൾട്ട് എന്തായി, ട്രൂ ആയി. ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫോർ എനി എലമെൻറ്റ്സ് എ ആൻഡ് ബി
എ ആൻഡ് ബി കമ്മ്യൂട്ട് ഇഫ് ആൻഡ് ഉള്ളി ഫൈ ഓഫ് എ ആൻഡ് ഫൈ ഓഫ് ബി കമ്മ്യൂട്ട്. എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബിയും കമ്മ്യൂട്ട് ചെയ്യും. എന്നിട്ട് എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി സിക്കിൾ ബി ആയിരിക്കും, വിച്ച് ഇംപ്ലൈസ് ഫൈ ഓഫ് എ ബി സിക്കിൾ ഫൈ ഓഫ് ബി ആയിരിക്കും, വിച്ച് ഇംപ്ലൈസ് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി സിക്കിൾ ഫൈ ഓഫ് ബി ഇൻറ്റു എന്താവും ഫൈ ഓഫ് എ. ദാറ്റ് ഈസ് എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബി എന്തെങ്കിലും കമ്മ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് നാലാമത്തത്, ജി എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ജനറേറ്റഡ് ബൈ എ ആണെങ്കിൽ ജി ബാറും സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും, ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യും. അപ്പം ജിയിൽ നിന്ന് ജി ബാറിലോട്ട് ജിയും ജി ബാർ ഐസോമോർഫിക് ആണ്, ജിയും ജി ബാർ ഐസോമോർഫിക് ആണ്. ജി സൈക്ലിക് ആണെങ്കിൽ ജി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണെങ്കിൽ ജി ബാറും സൈക്ലിക് ആയിരിക്കും, അതും ജനറേറ്റഡ് ബൈ എന്തോരും ഫൈ ഓഫ് എ എന്ന് കിട്ടും. അത് പ്രൂവ് ചെയ്യും. അത് പ്രൂവ് ചെയ്യാനായിട്ട് ജി സൈക്ലിക് ആണെന്ന് എടുക്കുക, ജി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ജി ബാറും സൈക്ലിക് ആണ്, അത് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ജി, ഇതിനകത്ത് എ ഉണ്ട്, ഇവിടെ ജി ബാർ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്ത് വരും ഫൈ ഓഫ് എ വരും. ഫൈ ഓഫ് എ വരും. നമുക്ക് തന്നിരിക്കുന്നത് ജി സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്നാണ്. എ വെച്ചിട്ട് ജി എന്ന് പറയുന്നത് എയുടെ എല്ലാ പവേഴ്സും വരുന്നതാണ് ജി എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെ ജി ബാർ എന്ന് പറയുന്നത് ഫൈ ഓഫ് എയുടെ പവേഴ്സ് മാത്രം വരുന്ന സെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ജി ബാറിനകത്ത് ഫൈ ഓഫ് എ ഉണ്ട്. ഫൈ ഓഫ് എ വന്നു കഴിഞ്ഞാൽ ഫൈ ഓഫ് എയുടെ എല്ലാ പവേഴ്സും വരും. ഫൈ ഓഫ് എയുടെ എല്ലാ പവേഴ്സ് എന്ന് പറയുമ്പോൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ എന്തായിരിക്കും സബ്സെറ്റ് ഓഫ് ജി ബാർ ആയിരിക്കും വരും. ദാറ്റ് ഈസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ സബ്സെറ്റ് ഓഫ് എന്താവും ജി ബാർ ആണ്. ഇനി അടുത്ത് തിരിച്ച് അപ്പം ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിനകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് ഈക്വൽ ആവും. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ബി എലമെൻറ്റ് ഓഫ് ജി ബാർ എടുക്കുക. ബി എലമെൻറ്റ് ഓഫ് ജി ബാർ ആകുമ്പോൾ ഇനി അടുത്ത ബി എലമെൻറ്റ് ഓഫ് ജി ബാർ ജിയും ജി ബാറും ഐസോമോർഫിക് ആയതുകൊണ്ട് അത് ഐസോമോർഫിക്സ് ആകുമ്പോൾ എന്തായിരിക്കും ഓൺ ടു ആയിരിക്കും. ഓൺ ടു ആയതുകൊണ്ട് ജി ബാറിനകത്ത് ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിനെന്തുണ്ടായിരിക്കും ഒരു പ്രീമേജ് ഉണ്ടായിരിക്കും. ഇപ്പം ബി എലമെൻറ്റ് ഓഫ് ജി ബാർ എടുക്കുകയാണെങ്കിൽ ഫൈ എന്ന് പറയുന്ന ഓൺ ടു ആയതുകൊണ്ട് അതിനൊരു പ്രീമേജ് ഉണ്ടായിരിക്കും. പ്രീമേജ് വരുന്ന ഇവിടെ ജിക്കകത്ത് വരും. ജി എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ്. അപ്പോൾ അതിനകത്ത് പ്രീമേജ് സം ഏരിയസ് ടു കെ ആയിരിക്കും വരിക. ദർ ഈസ് സം ഏരിയസ് ടു കെ സച്ച് ദാറ്റ് ഫൈ ഓഫ് ഏരിയസ് ടു കെ ഈസ് ഈക്വൽ എന്താവും ബി ആവും. സിൻസ് ഫൈ ഈസ് ഓൺ ടു, ഫൈ ഓൺ ടു ആയതുകൊണ്ട് ഫൈ ഓഫ് ഏരിയസ് ടു കെ ഈസ് ഈക്വൽ ടു ബി എന്നുള്ള ഫൈ ഓഫ് ഏരിയസ് ടു കെ എങ്ങനെ എഴുതാം, ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ ഈസ് ഈക്വൽ ടു ബി ആവും. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ എന്താവും ഫൈ ഓഫ് എയുടെ പവറായിട്ട് വരും. ഇതനുസരിച്ച് ബി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എയുടെ പവർ ആവും. ഫൈ ഓഫ് എയുടെ പവർ എവിടെ വരും സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എക്കകത്ത് വരും. ദാറ്റ് ഈസ് ബി എലമെൻറ്റ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ. അപ്പോൾ ജി ബാറിനകത്തൊരു എലമെൻറ്റ് എടുത്തപ്പോഴത്തേക്ക് അതെവിടെ കിട്ടി സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എക്കകത്ത് കിട്ടി. ദാറ്റ് ഈസ് ജി ബാർ സബ്സെറ്റ് ഓഫ് ഇതായിരിക്കും. രണ്ടും കൂടെ ചേർത്ത് അങ്ങനെ പറയാം ഫൈ ഓഫ് എ ഈസ് ഈക്വൽ ടു സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ ഈസ് ഈക്വൽ ടു ജി ബാർ എന്ന് പറയും. നെക്സ്റ്റ് തിരിച്ച് പ്രൂവ് ചെയ്യാം. ജി ബാർ സൈക്ലിക് ആണ്, സബ് ഗ്രൂപ്പ് ജി ബാർ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ ആണെങ്കിൽ ജി സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പം അതിനായിട്ട് ജി ബാർ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഫൈ ഓഫ് എ ആണ്. അങ്ങനെയാകുമ്പോൾ എ എലമെൻറ്റ് ഓഫ് ജി ആയിരിക്കും വരിക. ഫൈ ഓഫ് എ ജി ബാറിനകത്ത് വരുമ്പോൾ എ എലമെൻറ്റ് ഓഫ് ജി വരും. എ എലമെൻറ്റ് ഓഫ് ജി ആകുമ്പോൾ എയുടെ എല്ലാ പവേഴ്സും ജിക്കകത്തുണ്ടായിരിക്കും. ദാറ്റ് ഈസ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കും. ഇനി അടുത്ത് തിരിച്ച് പ്രൂവ് ചെയ്യാനുള്ളത് തിരിച്ച് പ്രൂവ് ചെയ്യാം ജി സബ്സെറ്റ് ഓഫ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പം ജിക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സും സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്കകത്ത് കിട്ടും. ജിക്കകത്തുള്ള എലമെൻറ്റ് ബി എടുക്കുന്നു, ബി എലമെൻറ്റ് ഓഫ് ജി എന്ന് എടുക്കുന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇമേജ് ഫൈ ഓഫ് ബി എലമെൻറ്റ് ഓഫ് ജി ബാർ ആവും. അപ്പോൾ ഫൈ ഓഫ് ബി ഈസ് ഈക്വൽ ടു ജി ബാർ സൈക്ലിക് ആണ്. ജി ബാർ സൈക്ലിക് ആകുമ്പോൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ ഫൈ ഓഫ് എ ആണ്. ഫൈ ഓഫ് എയുടെ പവറായിട്ട് വരും. അപ്പോൾ ഫൈ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ എന്ന് വരും. ഫൈ ഓഫ് എ ദ ഹോൾ റേസ് ടു കെ ആകുമ്പോഴത്തേക്ക് ഫൈ ഓഫ് എ റേസ് ടു കെ എന്ന് കിട്ടും. ഇനി അടുത്തത് ദാറ്റ് ഈസ് ഫൈ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു കെ ആയി. ഇനി ഫൈ എന്നുള്ളത് 1 ഫംഗ്ഷൻ ആയതുകൊണ്ട് ബി ഈസ് ഈക്വൽ എ റേസ് ടു കെ ആവും. ബി ഈസ് ഈക്വൽ എ റേസ് ടു കെ എന്ന് വെച്ചാൽ ബി എന്നുള്ളത് എയുടെ പവറായിട്ട് വരും. എയുടെ പവറായിട്ട് വരുമ്പോൾ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്കകത്ത് വരും. ദാറ്റ് ഈസ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് ഈക്വൽ ടു ജി എന്ന് കിട്ടും.